ഈ മൃഗശാലയിൽ മനുഷ്യർ മൃഗങ്ങളെപ്പോലെ പ്രവർത്തിക്കുന്നു. വ്യാജ മൃഗങ്ങളെ കാണിച്ച് എല്ലാവരും വിഡ്ഢികളാകുന്നു. എല്ലാ ദിവസവും സ്റ്റാഫ് വലിയ രോമമുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും മൃഗങ്ങളെപ്പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അവ എങ്ങനെ കാണപ്പെടുന്നു, എങ്ങനെ നീങ്ങുന്നു, ആളുകളുമായി എങ്ങനെ ഇടപഴകുന്നു. സ്കൂൾ കുട്ടികൾ മൃഗശാല സന്ദർശിക്കാൻ വരുമ്പോൾ അവർ ഒരു വ്യാജ സിംഹത്തെ കാണുന്നു. ചില ആളുകൾ ഈ ഗൊറില്ലയെ ഭ്രാന്തനായി കണക്കാക്കുന്നു. അവന്റെ വിചിത്രമായ പ്രവൃത്തികൾ കാരണം ഇവിടെ ജിറാഫും വ്യാജമാണ്, അത് ആരും ആസ്വദിക്കുന്നില്ല. അപ്പോൾ ഒരു ആൺകുട്ടി ഒരു കാൻ കോക്ക് ധ്രുവക്കരടിയിലേക്ക് എറിയുന്നു. ആരും അവനെ നോക്കാത്തപ്പോൾ അവൻ കോക്ക് എടുത്തു കുടിക്കാൻ തുടങ്ങുന്നു. എന്നാൽ വിനോദസഞ്ചാരികൾ ഇത് ചെയ്യുന്നത് പിടിക്കുന്നു. അവർ അതിന്റെ വീഡിയോ നിർമ്മിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. ഇത് കാരണം വീഡിയോ വൈറലാകുകയും കരടി ഒരു സെലിബ്രിറ്റിയായി മാറുകയും ചെയ്തു. അടുത്ത ദിവസം മുതൽ ധ്രുവ കരടിയെ നോക്കാൻ ആയിരക്കണക്കിന് ആളുകൾ ആ മൃഗശാലയിൽ ഒത്തുകൂടാൻ തുടങ്ങുന്നു. മൃഗശാല ടൺ കണക്കിന് പണം സമ്പാദിക്കാൻ തുടങ്ങുന്നു. എല്ലാവരും കരടിക്കായി ധാരാളം തണുത്ത പാനീയങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങുന്നു. മാത്രമല്ല അവൻ വിചിത്രമായ കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാവരും ആസ്വദിക്കുന്നു. ഇത് കണ്ട് ഗോറില്ലയും കോക്ക് കുടിച്ച ശേഷം തന്റെ ക്രമരഹിതമായ വൃത്തികേട് ആരംഭിക്കുന്നു. ഇത് കാരണം എല്ലാവരും വളരെ ആവേശഭരിതരാകുകയും കാണാൻ ആസ്വദിക്കുകയും ചെയ്യുന്നു. താമസിയാതെ ഈ മൃഗശാല ലോകമെമ്പാടും വളരെ പ്രശസ്തമാകും.